ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്, ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള പാർലി-ജി ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടും പാല് വെച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 കുഞ്ഞ് പാർലി-ജി ബിസ്ക്കറ്റാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പക്ഷേ 2 ഞാൻ 1.5 മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ. ഒരു 1.5 എന്നുള്ള കണക്കിൽ മാത്രമാണ് ഞാൻ ബിസ്ക്കറ്റ് എടുക്കുന്നത്. ഒത്തിരി ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് 2 മുഴുവൻ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമുക്കിതിനകത്തോട്ടൊക്കെ ഒന്ന് മാറ്റിയിടാം. അങ്ങനെ തന്നെ ഞാൻ 1.5 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇതുപോലെ ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മിക്സിക്ക് ഒത്തിരി അങ്ങ് പ്രഷർ കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും ചെയ്യും. അപ്പോൾ അതാ ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു 30 സെക്കൻഡിൽ മാത്രം ഒന്ന് അടിച്ചാൽ മതിയാവും. ഇതേപോലെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇനി ചെയ്യാനുള്ളത് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഈ ഒരു ഡ്രിങ്കിന് എപ്പോഴും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക്, ഇതൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാല് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അത് 1/2 ലിറ്റർ ഞാൻ ഈ ഒരു മിക്സിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് 1/4 ടീസ്പൂൺ മാത്രം അളവിൽ വരുന്ന കാപ്പിപ്പൊടി. അത് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടിയുടെ ഫ്ലേവർ ഒത്തിരി സ്പെഷ്യലാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ടേസ്റ്റ് വളരെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി ചേർക്കുന്നത് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, വീട്ടിൽ അല്പം മുട്ടായി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മിഠായി എന്തെങ്കിലും, അതായത് ഡയറി മിൽക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ബാർ മിഠായി ഉണ്ടല്ലോ, അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചോക്ലേറ്റ് ഐസ്ക്രീമോ വാനില ഐസ്ക്രീമോ ഒക്കെ ചേർക്കാം. അതൊക്കെ ചേർക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ട് വരും. ഞാൻ പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഗ്ലാസ്സിലൊന്ന് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഇതിൻ്റെ അകത്തൊക്കെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചും പറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ അതൊക്കെ ഒന്ന് പ്രസൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ അകത്തൊക്കെ നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനത്തെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്ലാസ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെയും പാലിൻ്റെയും കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീമും കൂടെ ചേർത്ത് നിങ്ങൾ അടിച്ചെടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ എന്താ പറയുക, നല്ല റിച്ചും നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട്, ഞാനിപ്പം ഐസ്ക്രീം ഒന്നും ഇരിപ്പില്ലായിരുന്നു, ആകെ കൂടി ഉണ്ടായിരുന്നത് ഫ്രഷ് ക്രീം ആയിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു 2-3 സ്കൂപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വിപ്പ് ക്രീം ആണെങ്കിലും അത് നല്ല രുചി തന്നെയാണല്ലോ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഐസ്ക്രീം ആണെങ്കിലും മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഞാനൊരു കുറച്ച് ബിസ്ക്കറ്റ് മാറ്റി വെച്ചതിൽ ഒരു 2 ബിസ്ക്കറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റും ഇതുപോലെ ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കുട്ടി സ്പൂൺ വെക്കുക സൈഡിൽ. അപ്പോൾ ആ സ്പൂൺ വെച്ച് നമുക്കിതിൻ്റെ മേലെയുള്ള ക്രീമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഇച്ചിരി ബിസ്ക്കറ്റിൻ്റെ കൂടെ ബിസ്ക്കറ്റും കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. ഇനി പിന്നെ അതുപോലെ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ പകുതി ഒന്ന് നടുവേ മുറിച്ചിട്ട് അതും കൂടെ ഞാനൊന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു ചെറിയും കൂടെ വെക്കുന്നുണ്ട്. അതൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് കാണാനും കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിരുന്നാർ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടും ഇതിൻ്റെ റെസിപ്പി നമ്മളോട് എടുത്ത് ചോദിക്കുകയും ചെയ്യും. ഇത് കുടിക്കുമ്പം പാർലി-ജി ബിസ്ക്കറ്റിൻ്റെ ആണെന്നുള്ളത് നമുക്ക് ഒട്ടും അറിയത്തേ ഇല്ല. പിന്നെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി എക്സ്ട്രാ ഫ്ലേവറും കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പാർലി-ജി ബിസ്ക്കറ്റൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ വലിയവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.